Are you a YouTuber? Do you want to know what are the 12 things you should never do on YouTube? Stay tuned. Here is our expert going to come. So we are going to explain in Malayalam. If you are a non-Malu, we have subtitles for you. Here you have 3 dots. Click on it. We have captions. Turn on the subtitles. Here we go. Hello friends, welcome back to our YouTube channel VG Life Diary. Now we will 12 things that we should not do in YouTube. അതായത് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്ന് വെച്ചോ. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു 12 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ചേട്ടന് ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ചൊക്കെ നടത്തിയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഇപ്പോൾ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ചാനൽ നെയിമാണ്. അപ്പോൾ ചേട്ടൻ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഏത് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഏറ്റവും ആദ്യം ഒരു ചാനൽ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ചാനലിന്റെ നെയിം ആയിരിക്കും. പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ പേരായിട്ട് സാമ്യമുള്ള ഇപ്പോൾ സുജിത് ഭക്തനൊക്കെ ആണെങ്കിൽ ടെക് ട്രാവലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഫേമസ് ചാനലാണ്. അപ്പോൾ അതേപോലെ സിമിലർ ആയിട്ട് സെയിം വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുള്ള പല ചാനലുകൾ കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ്, അത് ആ ചാനലിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് ആശയം കൊണ്ടിട്ടാണ് ഈ ചാനൽ എന്നൊക്കെ നമ്മുടെ ആളുകൾ വിചാരിക്കും. അപ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവാണ് നമ്മുടെ ചാനൽ. അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാണിംഗ് വരുമെന്നല്ലേ പറയുന്നത്. പൊതുവെ പുറത്തോട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമില്ലായ്മ ഫീൽ ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് നല്ലൊരു യൂണിക്കായിട്ട് നെയിം കണ്ടുപിടിക്കുക, നിങ്ങളുടെ മേഖലയായിട്ട് ബന്ധപ്പെട്ടൊരു നെയിം ഡിസൈഡ് ചെയ്യുക, അത് കൊടുക്കുക. പിന്നെ വളരെ സിമ്പിൾ ആയിരിക്കണം, ചാനൽ നെയിം വളരെ സിമ്പിൾ ആയിരിക്കണം, സ്പെല്ലിംഗ് കോംപ്ലിക്കേഷൻസ് ഒന്നും പാടില്ല, സിമ്പിൾ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ യൂണിക് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ നോക്കുക. ഈ എന്താ പറയുക, ടെക് റിലേറ്റഡിന് എല്ലാത്തിനും ഈ ടെക് വാല് വെക്കണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും ഞങ്ങൾക്ക് തോന്നുന്നു. ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലിന്റെ നെയിം മാറ്റാണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ വഴി നന്നായിട്ട് ആലോചിച്ചിട്ട് ഡിസൈഡ് ചെയ്യാത്തൊരു നെയിം ചിലപ്പോൾ പെട്ടെന്ന് തോന്നി ഓക്കെ ഈ പേരിലൊരു ചാനൽ തുടങ്ങിക്കളയാം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും തോന്നുന്നത് ഇത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ എൻ്റെ ചാനലിൻ്റെ പേരൊന്നും മാറ്റിക്കളയാം. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കണം. തുടക്കത്തിൽ നിങ്ങൾ നല്ലൊരു പേര് ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. സോ പോയിന്റ് നമ്പർ 2, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു വ്ളോഗ് തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളിപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണെങ്കിലും എന്തായാലും കുറച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടേണ്ട ഒരു ആവശ്യകത എന്തായാലും വരാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ നല്ല അടിപൊളി മ്യൂസിക് ആയിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുക. പക്ഷേ അത് അത്ര സിമ്പിളല്ല കാര്യങ്ങൾ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഉണ്ടാവും, നോക്കി നമ്മുടെ വീഡിയോയിൽ ഇടാം എന്ന് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ മ്യൂസിക്, അതായത് കോപ്പി റൈറ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവം, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ യൂട്യൂബ് ചാനലുണ്ട്. അതായത് നമ്മൾ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു സീൻ കൊണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാണാൻ പറ്റും. അതായത് അതിൻ്റെ ക്രിയേറ്റർ നമുക്കത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് രണ്ടാമത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക ആ സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. അത് നമുക്ക് 90 ഡേയ്സിനുള്ളിൽ 3 തവണ കണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവാനും അങ്ങനെ പല ഫീച്ചേഴ്സ് റിമൂവ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പലരും കാണാറുണ്ട് വൈറലാകുന്ന വീഡിയോസ്, വാട്സപ്പിലൊക്കെ വരുന്ന വീഡിയോസ് ഒന്നും നോക്കാതെ അവരുടെ ചാനലിലിടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതല്ല. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നില്ലല്ലോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത്, അപ്പോൾ ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ പേടിക്കണം. കാരണം 2019 കോപ്പിറൈറ്റ് ടൂൾ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഫീച്ചർ തന്നെ യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓരോരുത്തരായിട്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് മിനിമം ഉള്ള ചാനൽസിനാണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്. പലരും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫീച്ചർ ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പം നമ്മുടെ വീഡിയോ, അതായത് ഇപ്പം എൻ്റെ ചാനലിൽ നിന്ന് എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് വേറെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ബീറ്റയിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് മാച്ചിങ് ടൂൾ എന്ന് പറഞ്ഞ സാധനം കിട്ടും. അപ്പോൾ എനിക്കത് കാണിക്കും, ഈ വീഡിയോ ഏതൊക്കെ ചാനലിൽ എത്രയൊക്കെ സമയം വെച്ച് കാണിച്ചിട്ടുണ്ട്, എനിക്ക് അതിന് വേണ്ട ആക്ഷൻസ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് യൂട്യൂബിനെ അറിയിക്കാൻ പറ്റും ആ വീഡിയോ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ചാനലിൽ ഓണറായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഇത്ര പൈസ വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഉള്ള ഓപ്ഷൻസ് യൂട്യൂബ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് എനിക്കിപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നില്ല, ഇനി ഫ്യൂച്ചറിൽ വരാനും പോകുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. വളരെ സേഫായിട്ട്
കളിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ളത്. അതിന് ആരും ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. പല വെബ്സൈറ്റുകളും അവൈലബിൾ ആണ്. യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് കൊടുക്കുന്നുണ്ട്. ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞ സംഭവമാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കട്ടെ ഇതൊക്കെ. അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാത്രം നിങ്ങൾ പരമാവധി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ പല എക്സ്റ്റേണൽ വെബ്സൈറ്റ്സും ഉണ്ട്, ഈ bensound.com എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാണുന്നുണ്ട്. അത് എനിക്ക് ഒരു പ്രാവശ്യം വന്നിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത ഒരു മ്യൂസിക് തന്നെയായിരുന്നു. പക്ഷെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു ക്ലെയിം വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. കുറച്ച് പേരൊക്കെ ആയിട്ട് കമ്പോസേഴ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ക്രിയേറ്ററൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പല തേർഡ് പാർട്ടി ആളുകളും ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് യൂട്യൂബ് അൽഗോരിതം വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ട്രസ്റ്റ് ചെയ്യപ്പെടാവുന്ന സോഴ്സിൽ നിന്ന് മാത്രം മ്യൂസിക് തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ അവര് ക്രെഡിറ്റ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. പലരും അത് കൊടുക്കുന്നത് കാണാറില്ല. കാരണം ഓതർ പറയുന്നുണ്ട് എനിക്ക് ഇതിന്റെ ക്രെഡിറ്റ് വേണമെന്ന്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഇട്ടാൽ മാത്രം മതി. ഈ ലിങ്ക്, ഈ വീഡിയോന്റെ ലിങ്കും ആരാണ് ഇതിന്റെ ക്രിയേറ്റർ, റിയൽ ഓണർ ആരാണെന്നൊക്കെയാണ് കാണിക്കേണ്ടത്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഒട്ടും മടി വിചാരിക്കേണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ മതി. നമ്മൾ ഇന്ന സാധനമാണ് യൂസ് ചെയ്യണേ, ഇന്നതാണ് അതിന്റെ സോഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. സോ അത് മാത്രമല്ല അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ പൈസ ഒന്നും ചോദിക്കുന്നില്ലോ, ചെയ്ത് കൊടുത്തൂടെ? അത്രേ ഉള്ളൂ. ഒരു വീഡിയോ അതായത് റീയൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിലൊക്കെ കാണുന്ന വൈറൽ വീഡിയോസ് അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുക. കാരണം ആ വീഡിയോ ഓൾറെഡി മറ്റൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ചിട്ട് അത് റീയൂസ് ചെയ്യപ്പെടുകയാണ് നിങ്ങൾ ആ വീഡിയോ. അപ്പോൾ ആര് അപ്ലോഡ് ചെയ്ത്, പിന്നെ നമ്മൾ ക്ലെയിം ചെയ്യാൻ പോയാലും അത് ആദ്യം ആര് അപ്ലോഡ് ചെയ്ത് എന്നൊക്കെ ചോദിച്ചിട്ട് കൂടുതൽ അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ആ ടെൻഷൻ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായ കണ്ടന്റ് മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ ചാനൽ. അതാണ് നല്ലത്. കാരണം അത് വേറെ ആരും ക്ലെയിം ചോദിച്ചു വരില്ല. കാരണം നമുക്കറിയാം നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്, നമ്മളാണ് അതിന്റെ നമ്മുടെ കണ്ടന്റ് മാത്രം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. പോയിന്റ് നമ്പർ 4 ഒക്കെ ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം അതായത് സെക്ഷൽ കണ്ടന്റ്സ് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ ഹേറ്റ്രഡ് സ്പീച്ച്, അതായത് മറ്റുള്ളവരെ എന്താ പറയുക, ഒരു അസഭ്യമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ, പിന്നെ കുട്ടികളെ തെറ്റായ രീതിയിൽ കാണിച്ചിട്ടുള്ള വീഡിയോസ്, അതൊക്കെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ചാനലിൽ. ക്ലിക്ക് ബൈറ്റ് ചെയ്യാതിരിക്കുക. ക്ലിക്ക് ബൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു പുതിയ സിനിമ ഇറങ്ങി കാണാം ആ സിനിമയുടെ പേരൊക്കെ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒരു വീഡിയോ കാണാം. പക്ഷെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം പഴയ കാലത്തെ ഏതെങ്കിലും ഒരു മൂവി ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് അതിന്റെ കമന്റ് സെക്ഷനൊക്കെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ ആൾക്കാർ വന്ന് കമന്റ് കുറച്ച് ചീത്ത വിളിക്കും, ഇത് ആ മൂവി അല്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് കണ്ട് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ കമന്റ് ബോക്സ് ഡിസേബിൾ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള തമ്പനയിലൊക്കെ വെച്ചിട്ട് ഒരു മൂവി അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനാണ് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുക. അതായത് നമ്മൾ മിസ്ലീഡ് ചെയ്യാണ്. അപ്പോൾ അതായിട്ട് ഒരു ബന്ധമില്ലാത്ത വീഡിയോ ആണ് നമ്മുടെ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന് എതിരായിട്ടാണ്. അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഏത് വ്യൂവേഴ്സിനും ഉണ്ട്. ഐസിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ചുമ്മാ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. റീസൺസ് ചോദിക്കാം. പക്ക റീസൺ ആണെങ്കിൽ യൂട്യൂബ് ആ വീഡിയോ റിമൂവ് ചെയ്യും, ആ ചാനലിൽ സ്ട്രൈക്ക് കൊടുക്കും. അത് നമ്മുടെ ചാനലിൽ ഒട്ടും നല്ലതല്ല. അതായത് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എന്താ പറയുക പല ആപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പലരും കാണാറുണ്ട്. നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ട്രാഫിക് നമ്മുടെ ചാനലിലേക്ക് സൃഷ്ടിക്കുക, അതുവഴി സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക. അതായത് റിയൽ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ല. ഇങ്ങനെ ചെയ്യുന്ന പല ആപ്സ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് എന്നൊക്കെ പല ഫ്രണ്ട്സും പറഞ്ഞ് അറിഞ്ഞു. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരുന്നു കേട്ടു. പക്ഷേ ഈ കൊല്ലമായപ്പോഴേക്കും പലതും പോയി എന്ന് പറയുന്നത്. കാരണം ഗൂഗിളിൻ്റെയാണ് പ്ലേ സ്റ്റോർ, യൂട്യൂബും ഗൂഗിളിൻ്റെയാണ്. ഇപ്പോൾ അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയി. എല്ലാവർക്കും അറിയാം 2018 തൊട്ട് വളരെ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇതൊക്കെ ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള രീതിയിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സും ട്രാഫിക്കും ഒക്കെ യൂട്യൂബ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിനെ മോശമായിട്ടാണ് ചിത്രീകരിക്കുക. അതവർ വേണ്ട രീതിയിലുള്ള നടപടിയെടുക്കും. സബ് ഫോർ സബ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. കാരണം ഞാൻ നിങ്ങളുടെ ചാനൽ സബ് ചെയ്യാം, തിരിച്ച് നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യണം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഒരു ചെയ്യുന്ന കാര്യങ്ങളുമാണ്. കാരണം നമ്മൾ നമ്മുടെ ചാനലിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താണ്. നിങ്ങൾ തിരിച്ചും വരണം, സബ് ചെയ്യണം. പക്ഷെ ഇതല്ല നടക്കുന്നത്. നിങ്ങൾ പലരും നമ്മുടെ ഇംഗ്ലീഷ് ചാനൽസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കമന്റ് കാണാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഈ കമന്റിന് താഴെ റിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ പരസ്പരം സബ് ഫോർ സബ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും. സബ് ഫോർ സബ് ഇത് യൂട്യൂബിന്റെ ഒരു ഡിറ്റക്ഷൻ മെത്തേഡ് വരാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത്
സ്പാമിലോട്ട് പോകും ഇത്തരം കമന്റ്സ്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്കൊരു സ്പാം എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതായത് എല്ലാവരും ഇടുന്ന കമന്റ്സ് പബ്ലിക്കായിട്ട് പോകില്ല, ഒരു സ്പാം എന്ന് പറയുന്ന സെക്ഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ചില കമന്റ്സ് പോകുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മെയിൻ ആയിട്ട് സബ് ഫോർ സബ് അല്ലെങ്കിൽ സബ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വേർഡ്സ് ആണ് സ്പാമിലോട്ട് മാറ്റുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, തിരിച്ച് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള തെറ്റല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ സബ് ചെയ്ത് കളിക്കുന്ന ആളുകളുണ്ട്. അതായത് നിങ്ങളുടെ ചാനൽ സബ് ചെയ്തു, നിങ്ങൾ തിരിച്ചും ചെയ്തു, കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് യൂട്യൂബ് ഡിറ്റക്ട് ചെയ്യും. കാരണം ആ യൂട്യൂബേഴ്സ് നോക്കുമ്പോൾ അവരുടെ വീഡിയോസ് ഇവർ കാണുന്നില്ല, ചുമ്മാ ഒരു കൊടുക്കൽ വാങ്ങൽ വ്യവസ്ഥയാണ്. അപ്പം അങ്ങനെയല്ല, നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സത്യസന്ധമായിട്ട് അവർ വീഡിയോസ് കാണാൻ ശ്രമിക്കുക, കമൻറ്റ് ചെയ്യുക, അത് കുഴപ്പമില്ല. പക്ഷേ സബ് കമൻറ്റ് അലൗഡ് അല്ല. അതുപോലെ നിങ്ങൾ ചുമ്മാ സബ് ചെയ്തിട്ട് ആ ചാനലിൽ നിന്ന് തിരിച്ചു പോകുന്നതും ശരിയല്ല. ഒരു വീഡിയോസ് കാണാൻ റെഗുലറായിട്ട് നിങ്ങൾ കാണാൻ, കമൻറ്റ് ചെയ്യുക. ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എപ്പോഴും കാത്തു സൂക്ഷിക്കുക. അതായത് ഒരു യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ, ഫൈൻ, ഓക്കെ. അല്ലാതെ ജസ്റ്റ് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം അവരുടെ പ്രൊഫൈല് വിസിറ്റ് ചെയ്യണത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. പോയിന്റ് നമ്പർ 8, ലിങ്ക്സ് ഒന്നും ഒരാളുടെ കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ അറിയാം, ഒരു പുതിയ ചാനലിന്റെ ഉടമയ്ക്ക് അയാളുടെ ചാനൽ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരുടെ കമന്റ് ബോക്സ്, അതായത് വൈറൽ ആവുന്ന വീഡിയോസിന്റെ താഴെ അല്ലെങ്കിൽ നന്നായിട്ട് ഓടുന്ന ഒരു വീഡിയോന്റെ താഴെയൊക്കെ പോയിട്ട് അവരുടെ ലിങ്ക്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ലിങ്ക്, അതായത് ആ ചാനലിന്റെ ലിങ്ക് തന്നെ എന്നല്ല, ഇതിപ്പോ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ആയാലും ഒരു ലിങ്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ കമന്റ് സ്പാമിലോട്ടാണ് പോവുക. അപ്പോൾ എന്താ വെച്ചാൽ യൂട്യൂബിന്റെ ഡിറ്റക്ഷൻ മെത്തേഡാണ്. ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എന്തൊക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും റീഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോകാൻ പാടില്ലാത്ത വെബ്സൈറ്റ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോൺ സൈസിന്റെ ലിങ്ക് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ റീഡയറക്റ്റ് ചെയ്യുന്നത് യൂട്യൂബിന്റെ പോളിസി പ്രകാരം, കമ്മ്യൂണിറ്റി ഗൈഡൻസ് പ്രകാരം തെറ്റായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യം സ്പാം കമന്റ്സിലോട്ട് നീക്കും. പിന്നീട് ആ ചാനലിന്റെ ഓണറാണ് നിശ്ചയിക്കുക ഈ കമന്റ് ഞാൻ പബ്ലിഷ് ചെയ്യണോ അല്ലെങ്കിൽ എനിക്ക് ഈ കമന്റ് ഇട്ട ആളെ ബ്ലോക്ക് ചെയ്യണോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് നീങ്ങണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു കുഴികുത്താണ് നിങ്ങളുടെ ചാനലിന്. കാരണം നിങ്ങൾ കമന്റ് ഇടുന്ന വഴി മറ്റൊരാൾക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ് അതിനെ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. പരമാവധി പലർക്കും അറിയില്ല, എല്ലാവരും ലിങ്ക് ഷെയർ ചെയ്ത് കാണാറുണ്ട് കമന്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് തെറ്റില്ല. അപ്പോൾ ഇത് പരമാവധി ഒഴിവാക്കുക ഈ ടെൻഡൻസി. വീണ്ടും സംതിങ് റിലേറ്റഡ് ടു സ്പാം ആണ്. അതായത് കുറേ അധികം ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ചിലപ്പോൾ പേര് വീഡിയോസ് കാണാം, അല്ലെങ്കിൽ എല്ലാവരും റിയൽ ആയിട്ട് തന്നെ കാണുന്നുണ്ടാവും, പക്ഷെ ഒരേ കമന്റ് ഇടുന്നതാണ്. നൈസ്, സൂപ്പർ, ഓസം, അടിപൊളി. അപ്പൊ ഇങ്ങനത്തെ സെയിം കമന്റ്സ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ വീണ്ടും യൂട്യൂബിന്റെ ഡിറ്റക്ഷൻ മെത്തേഡ് പ്രകാരം ഇത് സ്പാമിലോട്ട് പോകും. ഞങ്ങളുടെ കുറെ വ്യൂവേഴ്സിന്റെ കമന്റ്സ് സ്പാം ബോക്സിൽ വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ റിസർച്ചിലാണ് ഞങ്ങൾ ഇത് കണ്ടുപിടിച്ചത്. ഒരേപോലത്തെ കമന്റ്സ് ഇടുന്നത് കൊണ്ടാണ് നമ്മൾ സ്പാമിലോട്ട് പോകാനുള്ള അനദർ റീസൺ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അടിപൊളി അല്ലെങ്കിൽ സൂപ്പർ എന്ന് പറയുന്നത് സൂപ്പർ തന്നെയല്ലേ പറയേണ്ടതെന്ന് വിചാരിക്കും. ശരിയാണ്, സൂപ്പർ എന്ന് പറയുന്നത് സൂപ്പർ തന്നെ പറയും. പക്ഷെ ഒരേ സമയം കുറെ വീഡിയോസിന് താഴെ നിങ്ങൾ സൂപ്പർ ഇടുമ്പോൾ അതൊരു കോപ്പി പേസ്റ്റ് പോലെയാണ് അത് കണക്കാക്കുന്നത്. പലരും കോപ്പി പേസ്റ്റ് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അത് ഒഴിവാക്കും. ഈവൻ ടൈപ്പിംഗ് ആണെങ്കിൽ പോലും ഇവര് അറിയും, ഐ മീൻ നമ്മുടെ യൂട്യൂബ് അൽഗോരിതം ഇത് ഡിറ്റക്ട് ചെയ്യും. ഒരേപോലത്തെ സിമിലർ കമന്റ്സ് എല്ലാ വീഡിയോസിനും താഴെ ഇടുമ്പോൾ അതൊരു സ്പാം ആയിട്ട് അവർ കണക്ക് കൂട്ടും. ഓക്കെ, അപ്പൊ ഒരു വീഡിയോ കണ്ടിട്ട് സത്യസന്ധമായ നിങ്ങളുടെ ഫീഡ്ബാക്ക് നല്ലതാണെങ്കിൽ നല്ലതാണെന്നോ അതുമായിട്ട് കൂടുതൽ കുറച്ച് റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ, സജഷൻസ്, ഫീഡ്ബാക്ക്, സത്യസന്ധമായ ഫീഡ്ബാക്ക് അത് നന്നായില്ല അങ്ങനെയുള്ള നല്ല ഉള്ളിൽ നിന്ന് വരുന്ന കമന്റ്സ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു സ്മൈലി ആണെങ്കിൽ പോലും അത് ഓരോന്നിനും ഡിഫറെന്റ് സ്മൈലി ഇടാൻ റിപ്പീറ്റ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. പോയിന്റ് നമ്പർ 10, നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ തന്നെ കാണാതിരിക്കുക. അപ്പൊ ആദ്യം ഒരു ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് അറിയാം വ്യൂവേഴ്സ് ഒന്നും ഇല്ല, പിന്നെ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ ടെൻഡൻസി ഉണ്ട്. ഫൈനൽ വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെ കാണാൻ ടെൻഡൻസി ഉണ്ട്, നമ്മൾ തന്നെ പ്ലേ ചെയ്യും. അപ്പോൾ പിന്നെ വിചാരിക്കുന്നുണ്ടോ ഓക്കെ വ്യൂ കൂടുന്നുണ്ടല്ലോ, 1, 2, 3 ഒക്കെ നമ്മുടെ വ്യൂ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ കണ്ടു കളയാം, വേറെ ആരെങ്കിലും നമ്മളെ കാണാം, വേറെ ആരും സഹായം വേണ്ട. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ ഇത് ഒരേ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ തന്നെ കാണുന്നത് യൂട്യൂബ് ഡിറ്റക്ട് ചെയ്യും. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അവർ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ആർക്കും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ അപ്പൊ ഇത് നോക്കുമ്പോ ഒരേ അക്കൗണ്ട്, ഒരേ IP അഡ്രസ് ഒക്കെ വെച്ചിട്ട് ഇത് ഇന്ന സെയിം ആൾ തന്നെയാണ് കാണുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവരുടെ റിവ്യൂ എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഈവൻ ബൈ മിസ്റ്റേക്ക് നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യും. പക്ഷെ അത്
ഇവരൊരു റിവ്യൂ ടൈം ഉണ്ട്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ വ്യൂ എത്തിയെന്ന് കാണുമ്പോൾ ഇതൊരു 300 വ്യൂസ് ആണോ എത്രയാണെന്ന് അറിയില്ല. ഒരു വ്യൂ എത്തുമ്പോൾ യൂട്യൂബ് തന്നെ റിവ്യൂ ചെയ്യും നിങ്ങളുടെ ചാനൽ. അതുവരെയുള്ള ഫേക്ക് വ്യൂസും ഫേക്ക് സബ്സ്ക്രൈബേഴ്സും ഒക്കെ അവർ റിമൂവ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വ്യൂസ് കുറയുന്നത് കാണാം. കാരണം നമ്മൾ കമന്റ്സിന് റിപ്ലൈ കൊടുക്കുമ്പോഴൊക്കെ ഈ വ്യൂസ് കൂടും. ആ സമയത്ത് അത് മറ്റേ യൂട്യൂബ് സ്റ്റുഡിയോ എന്നാണ് കമന്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ചിലവരെന്ത് ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് അവിടെ കമന്റ് കൊടുക്കാൻ ശ്രമിക്കും. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ വ്യൂവിലാണ് പോവുക. അപ്പൊ അതൊരു വ്യൂ ആയിട്ട് കാണും. ഈവൻ നമ്മൾ ആ ഓപ്പൺ ചെയ്യേണ്ട ഉടനെ നമ്മൾ പോസ് ചെയ്തിട്ടായിരിക്കും കമന്റിന് റിപ്ലൈ. ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള കമന്റിങ് സെക്ഷൻ ഉള്ളത് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കമന്റിങ് സെക്ഷൻ ഉള്ളത് കാരണം ഇപ്പൊ ഞങ്ങൾ അത് ചെയ്യുന്നില്ല. ഇതിന് മുന്നൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വ്യൂ ഏകദേശം ഒരു 50 ആവുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ഒരു കുറേ വീഡിയോസിന്റെ വ്യൂസ് പെട്ടെന്ന് ഇടിഞ്ഞ് താഴോട്ട് പോവാം. അതായത് അതുവരെയുള്ള ഫേക്ക് വ്യൂസ് അവർ റിമൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചാനലിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കൂടുതലാവുകയാണെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട് നിങ്ങൾ തന്നെ കാണാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവാം. അത് ഒഴിവാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിന്റെ സെർച്ച് വിൻഡോയിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വീഡിയോസ് സജസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്ത് ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യമാണ്. ഞാൻ മുന്നേ നമ്മൾ സബ് ടൈറ്റിൽ റിലേറ്റഡ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതായത് നമുക്ക് കീവേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു വീഡിയോന്റെ കീവേഡ് സെറ്റ് ചെയ്യണം. അതെല്ലാവരും സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ മറക്കരുത്. അതായത് ആ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്, അതായത് സെർച്ച് നമ്മളൊരു ഇപ്പോൾ പ്ലേസസ് ഇൻ ബാംഗ്ലൂർ അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇൻ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പൊ അത് നമ്മുടെ വീഡിയോന് താഴെ കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ചിലപ്പോൾ ചിലവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള കീവേഡ്സ് കൊടുക്കുന്നതാണ് കാണാറുള്ളത്. ഇപ്പോൾ കേരള, കർണാടക, തമിഴ്നാട് എല്ലാം കൊടുക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓട്ടോമൊബൈൽസ്, അതായത് ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ്, പൾസർ അല്ലെങ്കിൽ മറ്റ് ബൈക്ക് റിലേറ്റഡ് ഉള്ള സെർച്ചിങ് അല്ലെങ്കിൽ അവരുടെ റാങ്കിങ്സ് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനത്തെ കീവേഡ്സ് ഒരു ബന്ധമില്ലാത്ത വീഡിയോസിന് താഴെ മെൻഷൻ ചെയ്യുന്നത് കാണാം. അപ്പൊ ആ കീവേഡ് സെർച്ച് ചെയ്യുന്നവർക്ക് എൻ്റെ വീഡിയോയും പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. അല്ലെങ്കിൽ വൈറലായിരിക്കുന്ന വീഡിയോസിൻ്റെ ഒക്കെ നെയിം മെൻഷൻ ചെയ്തിട്ട് കീവേഡ് സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്ത, അതും ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ റിവ്യൂ വരുമ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചാനലിന് നല്ലതല്ല. പോയിന്റ് നമ്പർ 12 നമുക്ക് ഹാക്കിംഗ് റിലേറ്റഡ് കണ്ടന്റ്സ് നിങ്ങളുടെ ചാനലിൽ കൊടുക്കാതിരിക്കുക. പലരും ഞാൻ കാണാറുണ്ട് ഫേക്ക് ഐ ഡി അല്ലെങ്കിൽ മറ്റേ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യുന്ന വിധങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന വീഡിയോസ് കാണാം. ഇതിനൊക്കെ നല്ല റീച്ചിങ് കിട്ടാറുണ്ട്, നല്ല വ്യൂസും കിട്ടും. കാരണം നമുക്കറിയാം ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഹാക്ക് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഫുൾ വെർഷൻ ആക്കാനൊക്കെ ആയിട്ട് പല ടിപ്സ് ഉണ്ട്. നമ്മൾ പലരും ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അത് യൂട്യൂബിൻ്റെ ഒരു ഇത് പ്രകാരം അത് തെറ്റായ കാര്യമാണ്. അപ്പോൾ ഇത്തരം കണ്ടൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ മോണിറ്റൈസ്ഡ് ഒന്നും ആയിട്ടില്ല, നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ നിങ്ങൾ പരമാവധി ഇത്തരം ടോപ്പിക്സ് നിങ്ങൾ ഒഴിവാക്കണം നിങ്ങളുടെ ചാനലിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 12 ടോപ്പിക്സ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇതിലും കൂടുതൽ ഉണ്ടാവും, ഇതിൽ കൂടുതൽ അറിയുന്നവരുണ്ടാവും. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കും പഠിക്കാം. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാം. ഞങ്ങളത് അറിയുന്നതാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാം. അറിയുന്നതല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം, വീഡിയോ ഇടാം. നോളജ് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നോളജ് നിങ്ങളും കൂടെ ഷെയർ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഈ മിസ്റ്റേക്സ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഇത്തരം കമൻസും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പലപ്പോഴും പല ഫ്രണ്ട്സിനോട് പറയാറുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ സ്റ്റിൽ അവർ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അവർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുതിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഉപകാരം. കാരണം നമുക്ക് തെറ്റുകൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ അത് പരിഹരിക്കാൻ, നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട അത്തരം മിസ്റ്റേക്സ്. ഇതൊക്കെ നമ്മുടെ ഒരു ഓൺ എക്സ്പീരിയൻസിൽ നിന്നും മറ്റു ഫ്രണ്ട്സ് പറഞ്ഞു തരുന്നു, വായിച്ചറിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരം ടോപ്പിക്സ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇതിൽ കൂടുതലുണ്ടെന്ന് അറിയാം. പെട്ടെന്ന് ഓർമ്മ വന്നില്ല, വിട്ടുപോയിട്ട് നമ്മൾ വീണ്ടും നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് 12 ടോപ്പിക്സ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. Thank you so much for watching. Bye bye. See you.